അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, വക്കീലെ 129 ഖണ്ഡികകളാണ് വെട്ടിമാറ്റിയത്. ആരെ പ്രീണിപ്പിക്കാനാണ്, ആരെ സൂചിപ്പിക്കാനാണ്, ആരെ രക്ഷിച്ചെടുക്കാനാണ്? അത് എനിക്കറിയില്ല. ആരെ രക്ഷിക്കാനെങ്കിലുമാണ് മാറ്റിയത് എന്ന് എനിക്ക് ഒട്ടും അറിയില്ല. ഞാനതിൻ്റെ അന്തർഭാഗങ്ങളിലേക്ക് പോയിട്ടില്ല. ഇത് വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നത് ഒരു നിർദ്ദേശപ്രകാരമാണ്. ഏതെങ്കിലും വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളത് അഡ്വക്കേറ്റ് സുരേഷ് ബാബു, 21 പാരഗ്രാഫുകൾ, ഈ റിപ്പോർട്ടിലെ 21 പാരഗ്രാഫുകൾ ഒഴിവാക്കാനാണ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം നിർദ്ദേശിച്ചത്. പക്ഷേ വെട്ടിമാറ്റിയത് 129 ഖണ്ഡികകളാണ്. അതെങ്ങനെ സംഭവിച്ചു? അത് പക്ഷേ വിവരാവകാശ കമ്മീഷൻ്റെ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 21 മാറ്റിവെക്കാൻ പറഞ്ഞു. സർക്കാരിൻ്റെ പരിശോധനയിൽ അത് ഇത്രയും ഭാഗങ്ങൾ കൂടി മാറ്റേണ്ടതുണ്ട് എന്ന് തോന്നി. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അതിനെക്കുറിച്ച് വലിയ വേവലാതിപ്പെടേണ്ട, നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും നോക്കണ്ട, എല്ലാ കാര്യങ്ങളും സീൽ വെച്ച കവറിൽ ഞങ്ങളെടുത്ത് തരൂ, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ അപ്പോൾ ഏതെങ്കിലും ഈ 121 എണ്ണമാണെങ്കിൽ 121 ഒറ്റ ഖണ്ഡികകളും മാറ്റപ്പെടാതെ അവിടത്തേക്ക് കൊടുക്കും, അല്ല അഥവാ കൊടുത്തിട്ടുണ്ടാകും. അത് കൃത്യമായിട്ട് ഞാനത് ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അത് വെച്ചുകൊണ്ട് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ ആരെയും രാഷ്ട്രീയമായ താല്പര്യത്തിൻ്റെ വെളിച്ചത്തിൽ ഏതെങ്കിലും ഒരു ഉന്നത സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉന്നതരോ അല്ലാത്തവരോ ആയ ഒരാളും രക്ഷപ്പെടുകയില്ല. രാഷ്ട്രീയമായ പരിഗണന വെച്ചുകൊണ്ട് ഒരാളും പീഡിപ്പിക്കപ്പെടുകയുമില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നടപടി വൈകിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ആരോടും താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് സർക്കാർ നടപടി വൈകിക്കുന്നത്? ഇത് ഹൈക്കോടതിയിലോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഹൈക്കോടതി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഹൈക്കോടതി ഇടപെടേണ്ട ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന, എന്ന് നിയമപരമായി അതാണ് പ്രോബബിൾ എന്ന കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരു അഭിഭാഷകനാണ് ഞാൻ. അഭിഭാഷകന്മാർക്ക് ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. അഭിഭാഷകന്മാർ ഒരേ കേസിൽ, ഒരു കൊലപാതക കേസിൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് വാദിക്കുന്ന സമൂഹമാണല്ലോ നമ്മുടെ. അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഹൈക്കോടതി ഈ കാര്യത്തിൽ ഓരോ പേജും എടുത്ത് ഇന്ന കാര്യത്തിൽ ഇന്നയാളുടെ പേരിൽ കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം നടത്തണം എന്ന് നിർദ്ദേശിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഈ കാര്യത്തിൽ പുറത്തേക്ക് മറ്റ് നിയമപരമായ, ഇപ്പോൾ ഭാരത് ന്യായ സംഹിത വെച്ചുകൊണ്ട് പുതിയ നടപടിയിലേക്ക് നീങ്ങാൻ കഴിയൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, അതിലെനിക്ക് വിയോജിപ്പുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റിന് കേസെടുത്തൂടെ? സ്റ്റേറ്റിന് സ്വമേധയാ കേസെടുത്തൂടെ? നോക്കൂ, ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ആണ് ചില കണ്ടെത്തലുകളിൽ എത്തിയത്. ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അത് പോക്സോ കേസുകൾ പോലും രജിസ്റ്റർ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കോടതി, ഇപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം കഴിഞ്ഞ ദിവസം ഉണ്ടായത് അങ്ങനെയാണ്, പോക്സോ കേസുകൾ വരെ രജിസ്റ്റർ ചെയ്യാം ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെയാണെങ്കിൽ സർക്കാരല്ലേ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? താങ്കൾക്കറിയാമല്ലോ പോക്സോ കേസുകളുടെ അതീവ ഗൗരവ സ്വഭാവം താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാലോ. പോക്സോ കേസ് അത് 4.25 വർഷക്കാലം അത്തരത്തിലുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ആ പരാതി അത് ഫ്രീസറിൽ വെച്ചു എന്ന് പറയുമ്പോൾ സർക്കാരല്ലേ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? എന്തായാലും ഈ റിപ്പോർട്ട് 2019 ഡിസംബർ 31 ജസ്റ്റിസ് ഹേമ സർക്കാരിന് സമർപ്പിച്ചപ്പോൾ പിണറായി വിജയൻ്റെ കയ്യിലാണ് കൊടുത്തത്. സ്വാഭാവികമായിട്ട് അത് അപ്പം തന്നെ എടുത്ത് അലമാരയിലല്ലോ വെക്കുക. സാധാരണ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടുകളുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം. പക്ഷേ എന്തായാലും ഒരു കൗതുകത്തിൻ്റെ പുറത്തെങ്കിലും ആരെങ്കിലുമൊക്കെ വായിച്ചു നോക്കുമല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി വായിക്കണമെന്നില്ല,
പക്ഷേ സെക്രട്ടറിമാരെങ്കിലും വായിച്ചു നോക്കുമല്ലോ അല്ലേ? ഇപ്പോൾ സ്വാഭാവികമായും ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ ഉണ്ട്. കേസെടുക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള ചില അടിസ്ഥാനങ്ങളുണ്ട്, മൊഴികളുണ്ട് എന്നൊക്കെ വ്യക്തമായ സാഹചര്യത്തിൽ അന്നേ നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതല്ലേ? എന്തിനാണ് ഈ 4.25 വർഷം ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്നത് സർക്കാർ? ഒരു ഭാഗത്ത് പറയുന്നു സ്ത്രീ സുരക്ഷ, അതാണ് മുദ്രാവാക്യം, സ്ത്രീകളെ സംരക്ഷിക്കുക. പക്ഷേ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വ്യാപകമായി നടക്കുന്നു. പോട്ടെ, സ്ത്രീ സുരക്ഷ അജണ്ടയാക്കി അല്ലെങ്കിൽ മുദ്രാവാക്യമായി കൊണ്ടു നടക്കുന്ന ഒരു സർക്കാർ സ്ത്രീകളോട് ലെവലേശം അവരോട് സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ ഈ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുമോ?